ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയെ ശരിക്കും ഒരു വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ട് സുമിത്രയെ കൊണ്ടുള്ള പണികൾ മുഴുവൻ ചെയ്യിപ്പിക്കാനായിട്ട് രഞ്ജിത കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കാം. പക്ഷെ സുമിത്ര ആരാ പൊന്നുമോള്? രഞ്ജിതയെ വിറ്റ കാശ് പോക്കറ്റിലിട്ടുകൊണ്ടാണ് നടക്കുന്നതെന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് അറിയില്ലല്ലോ. രഞ്ജിത ഇങ്ങനെ നല്ല ആളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ദീപു ആണെങ്കിൽ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്ന പൂജയുടെ കാര്യം ഓർത്തപ്പോൾ ആകെ ടെൻഷനായി. ദൈവമേ, അവിടെയെങ്ങാനും ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. അങ്ങനെയെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നോർത്ത് ആ ഒരു പേടിയും വെപ്രാളവും ഒക്കെ കയറി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഒരു രക്ഷയില്ല, പോയേ അടങ്ങൂ എന്നുള്ള ഒരു ഒറ്റ വാശിയിൽ നമ്മുടെ പൂജയും. അപ്പം ചിത്ര കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ചിത്ര കൂടെ വരണ്ട എന്ന് തീർത്തു പറഞ്ഞു. പിന്നെ ഞാൻ പങ്കജിനെ വിളിച്ചിട്ടുണ്ട്, പങ്കജ് കൂടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴാണ് ദീപുവിനൊന്ന് ശ്വാസം നേരെ വീണത്. പങ്കജിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കജ് അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തോളും. അപ്പോൾ പിന്നെ കാര്യം എളുപ്പമായല്ലോ. ദീപുവിന് വല്ല പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുകൊണ്ട് അപ്പോൾ പങ്കജ് വന്നു കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം പറയാം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സംഭവം അങ്ങനെ മനസ്സിൽ ആലോചിച്ച് വിറക്കി നിൽക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് പങ്കജ് വരുന്നത്. ഈ സമയം പൂജ റെഡിയാവാനായിട്ട് അകത്തോട്ട് പോയായിരുന്നു. അപ്പോൾ പങ്കജ് കയറി വന്ന സമയത്ത് ദീപു ഇങ്ങനെ അവിടെ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്കിൾ എന്തു പണി ഈ കാണിച്ചത്? എന്നെ കൂടെ നിന്ന് ചതിക്കായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരുമാതിരി പരിപാടി കാണിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പരിപാടി കാണിച്ചെന്നാ? ദേ അപ്പുവിൻ്റെ കൂടെ പുറത്തു പോകാനായിട്ട് പൂജ റെഡിയായതാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ മുടക്കിയിട്ടുണ്ട്. ഒരു കാരണവശാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പുറത്ത് വിടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണിപ്പോൾ അവൾ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് കൂടുതലൊക്കെ ഞാൻ എന്താ പങ്കജ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ അവൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അമ്പലത്തിലേക്കോ? ആ, അമ്പലത്തിലേക്ക്. അപ്പം നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല, നേരിൽ കണ്ടതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിനും ആകെ ഇത്. അപ്പോൾ നീ ഒന്ന് സൂക്ഷിക്കണം, അവളവിടെ പോകുന്നത് ഇന്ന പോലെ അനിരുദ്ധിനെ കണ്ടുപിടിക്കാനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പേടിച്ച് വിറച്ചു പങ്കജും ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അപ്പവും പൂജയും തമ്മിൽ ഒരു കാരണവശാൽ അടുക്കരുത്, അതിനുള്ള വഴി അങ്കിൾ തന്നെ നോക്കിക്കൊള്ളണം. രണ്ടുപേരുടെയും ഇടയിലേക്ക് ചുമ്മാ കയറി നിന്നങ്ങ് കൊടുത്തേച്ചാൽ മതി, അവരെ രണ്ടുപേരെയും പരസ്പരം മിണ്ടാൻ പോലും സമ്മതിക്കരുതെന്ന് പറയും. പങ്കജ, നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, വീണ്ടും വീണ്ടും നീ എന്തിനാ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് അങ്കിള് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അപ്പു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പു വന്നപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുവിനാകെ സംശയം, ഇതെന്താ ഇവൻ ഇവിടെ വന്നത്, ഇതെന്താ ഇവർ തമ്മിൽ എന്താ ഇടപാട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് കയറി ചെന്നിട്ട് നീ എന്താ പങ്കജ് ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഞാൻ പൂജ വിളിച്ചിട്ട് വന്നത്. പൂജ വിളിച്ചിട്ടോ? പൂജ എന്തിനാ നിന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അത് പൂജയുടെ കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പൂജ നിന്നെ പുറത്തു പോകാൻ ക്ഷണിച്ചോ? ഞാനത് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞപ്പം സത്യയുടെ മോനെ പൂജ വിളിച്ചിട്ടാണ് ഇവൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് ദീപു ഇങ്ങനെ പറയുക. അപ്പോഴേക്കും പൂജയും ചിത്രയും കൂടെ ഇറങ്ങി വന്നു. എന്താ പൂജ, നീയാണോ ഇവനെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചപ്പം അതെ അപ്പുവേട്ടാ, ഞാൻ വിളിച്ചിട്ടാണ് പങ്കജ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നീ എവിടെ പോവാണെന്ന് ചോദിച്ചപ്പം ഞാൻ ഒരിടം വരെ പോവുകയാണ്, പോയിട്ട് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം. അല്ല പൂജ, അതിനെന്തിനാ പങ്കജിനെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അപ്പുവേട്ടാ, ഞങ്ങൾ പോയിക്കോളാം എന്നും പറഞ്ഞ് അപ്പുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പൂജ ഈ പങ്കജിനെയും കൂട്ടി അങ്ങ് പോവുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോകുന്നത് കണ്ടപ്പോൾ അപ്പുവിന് ഭയങ്കര സങ്കടമായി. അപ്പുവിന് സങ്കടമായി എന്നുള്ളത് ചിത്രയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾ എന്ത് പണി കാണിച്ചേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ അപ്പു ചോദിച്ചു. അപ്പോൾ നീ തന്നെയല്ലേ വേറെ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയത്, അപ്പോൾ ഇവിടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് അവൾ വിചാരിച്ചു. അതിലിപ്പോൾ ഇത്ര തെറ്റു പറയാൻ എന്തായിരിക്കുന്നേ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ തീർച്ചയായിട്ടും നിന്നെയും കൂട്ടിക്കൊണ്ടേ പോകുണ്ടായിരുന്നുള്ളൂ, അതിന് യാതൊരു മാറ്റവും ഉണ്ടാവുമായിരുന്നില്ലല്ലോ എന്നൊക്കെ ചിത്ര ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ഇതിനുള്ള കാരണം ഒരുക്കി വെച്ചതും നീ തന്നെയാണ്, പിന്നെ നീ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് അവരങ്ങനെ സംസാരിക്കുന്നേ. അതും കഴിഞ്ഞ് ഇവരകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് അപ്പു ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. കാരണം പൂജയുടെ കൂടെ പോകാനായിട്ട് പറ്റാത്തതിൻ്റെ ആ ഒരു സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വരമോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സ്വരയുടെ അടുത്തേക്ക് അനിരുദ്ധ ചെല്ലുവാണ്. എൻ്റെ മോള് വിഷമിക്കേണ്ട, ദേ നമ്മൾ വേറെ വീടെടുത്ത് മാറാൻ പോവുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വേറെ വീടെടുത്ത് മാറാൻ പോകണം. അപ്പോൾ പ്രേമയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അനിരുദ്ധ നിരപരാധിയാണെന്നുള്ള കാര്യം സ്വന്തം മകൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്കാണോ മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല, നമ്മൾ വേറൊരു വീടെടുത്താണ് മാറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമ്മൾ മൂന്നുപേരും ഒറ്റയ്ക്കാവില്ലേ? അതെ, ആയിക്കോട്ടെ, നമ്മൾ എങ്ങോട്ടാണ് മാറുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഡാഡിയുടെ നാട്ടിലേക്കാണ് മാറുന്നതെന്ന് അനിരുദ്ധം പറഞ്ഞു.
അപ്പോൾ നമ്മൾ എന്നാ അങ്ങോട്ടേക്ക് പോണേ, നമ്മൾ 3 പേരും അങ്ങോട്ടേക്ക് താമസം മാറുമെന്നൊക്കെ ചോദിച്ചപ്പോൾ മാറുമെന്ന് പറഞ്ഞപ്പോഴേക്കും നെഞ്ചിരുന്ന് ഇടിക്കാൻ തുടങ്ങി പ്രേമയ്ക്ക്. അവിടെ എങ്ങാനും ചെന്ന് സുമിത്രയും കൂടെ കണ്ടാൽ തീർന്നു, പിന്നെ ആരെയും തിരിച്ചു കിട്ടില്ലെന്ന് പ്രേമയ്ക്ക് അറിയാം. അപ്പോൾ പ്രേമ അനിരുദ്ധിനോട് ചോദിച്ചു, ഇത്ര പെട്ടെന്നൊക്കെ വീടെടുത്ത് മാറേണ്ട കാര്യമുണ്ടോ അനിരുദ്ധേ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെന്ന് ചോദിച്ചപ്പം നന്നായിട്ട് ആലോചിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, അനന്യയ്ക്കും അത് തന്നെയാണ് ഇഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ പറയാം. അപ്പോൾ അനിരുദ്ധ് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രേമയ്ക്കൊന്നും പറയാനില്ല. പ്രേമ മിണ്ടാട്ട മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും സെറ്റപ്പും കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സുമിത്ര ഇവിടെ സരസ്വതിയമ്മയുടെ കാര്യമൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു വലിയൊരു പേപ്പറിൽ ഒരു മെനു തന്നെ തയ്യാറാക്കി സുമിത്രയുടെ കൊണ്ട് കയ്യിൽ കൊടുത്തിട്ട് ഈ രഞ്ജിത പറഞ്ഞു, അതെ ഇന്നത്തെ മെനു ഇതാണ്, ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം, ഒരെണ്ണം പോലും മാറ്റം വരരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. സുമിത്ര അതിങ്ങനെ ചിരിച്ചുകൊണ്ട് മേടിച്ചു. ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ ഉണ്ട്, വായിക്കൊള്ളാത്ത പേരിലൊക്കെയാണ് മെനു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സുമിത്ര ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു കാണിച്ചു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ആ സാധനം ഇങ്ങ് വാങ്ങിച്ചു. ശരി, ഉണ്ടാക്കിക്കോളാം എന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും അരവിന്ദിന് ഭയങ്കര സന്തോഷമായി, എന്തെങ്കിലും രുചികരമായ ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ളൊരിതിലെ അങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക. പിന്നെ ഞങ്ങൾ ഇന്നേപോലെ പുറത്ത് പോവുകയാണ്, പോയിട്ട് വരുമ്പോഴേക്കും എല്ലാം റെഡി ആക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. സുമിത്ര ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയി സരസ്വതി അവിടെ കിടക്കും. അപ്പോൾ സുമിത്രയോട് സരസ്വതി ഒരു കപ്പ് ചായ വേണമെന്ന് പറഞ്ഞു. സുമിത്ര നേരം ചായ എടുക്കാനായിട്ട് അങ്ങ് പോയതാണ്. അപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി ഇവർ മനഃപൂർവ്വം സുമിത്രയ്ക്ക് പണി കൊടുക്കുന്നതാണ്, സുമിത്രയെ വെറും വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് ആക്കിയിട്ട് സുമിത്രയെ ഇവിടെ നിന്ന് തള്ളാനാണ് എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്ര എന്നിട്ട് എന്ത് ചെയ്തു, ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പോലും പറഞ്ഞില്ല, 2 കൈയും നീട്ടി സ്വീകരിച്ചു. അതല്ല, അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. സുമിത്ര എന്നിട്ട് അടുക്കളയിൽ പോയി സാധനം എടുത്തുകൊണ്ട് റൂമിലേക്ക് വന്നപ്പോൾ സരസ്വതിയമ്മയെ കാണാനില്ല. ഈ അമ്മ ഇതെവിടെ പോയി, കാലൊടിഞ്ഞ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണ അമ്മ, അനങ്ങാൻ പോലും വയ്യാത്ത അമ്മ ഇതെവിടെ പോയി എന്ന് ആലോചിച്ച് സുമിത്ര ഇതിലൊക്കെ നോക്കി, പക്ഷെ കണ്ടില്ല. നോക്കുമ്പോൾ എന്താ, സരസ്വതിയമ്മ ബാത്റൂമിൽ നിന്നിറങ്ങി കാലയിലെ പ്ലാസ്റ്റൊക്കെ ഊരി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കൂളായിട്ട് നടന്നിങ്ങനെ വരുന്നു. ഇത് കണ്ട സുമിത്ര ഞെട്ടി അന്താളിച്ചിങ്ങനെ നോക്കി നിന്നുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ലല്ലോ, സരസ്വതിയമ്മയ്ക്ക് വയ്യാതെ, സരസ്വതിയമ്മ കാലുകൊണ്ട് നടക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ കിടക്കുന്ന ഒരാൾ, ആ ആൾ ബാത്റൂമിൽ നിന്നൊരു കുഴപ്പമില്ലാണ്ട് ഇറങ്ങി വന്ന സരസ്വതിയമ്മ സുമിത്രയെ കണ്ടു. അടി കിട്ടിയതുപോലെ ആയിപ്പോയി, അയ്യടാന്നായിപ്പോയി. അങ്ങനെ അയ്യടാന്ന് നിൽക്കുമ്പം അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ സുമിത്ര, അമ്മ എന്തിനാ ഇങ്ങനെ വേഷം കെട്ട് കാണിച്ചു, അമ്മ എന്തിനാ ഇങ്ങനെ കള്ളത്തരമൊക്കെ കാണിച്ചെന്ന് ചോദിച്ചപ്പം സരസ്വതിയമ്മയുടേതായ കുറേ ന്യായങ്ങൾ പറയാനുണ്ട്. അങ്ങനെ സരസ്വതിയമ്മ ന്യായങ്ങളും എല്ലാം അറിഞ്ഞ് ഇങ്ങനെ സുമിത്രയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നു. എന്തായാലും സുമിത്രയുടെ മുന്നിൽ സരസ്വതിയമ്മയുടെ കള്ളത്തരം മുഴുവനേ പൊളിഞ്ഞു. കാലിന് ഒരു കുഴപ്പമില്ലാത്ത സരസ്വതിയമ്മ സുമിത്രയുടെ മുന്നിൽ ദേ മൂക്കും കുത്തി കിടക്കുന്നു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, അതായിരുന്നു സരസ്വതിയമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ട് അടിപൊളി വിശേഷവുമായി നാളെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.